ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ 3 സൈനിങ്ങുകളാണ് നടത്തിയിട്ടുള്ളത്. ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് ജോവൻ ഗാർഷ്യയെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ മാർക്കസ് റാഷ്ഫോർഡിനെയും റൂണി ബാർഗി എന്ന താരത്തെയും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ താരങ്ങളെ രജിസ്റ്റർ ചെയ്യുന്നതിൽ ഇപ്പോഴും FC ബാഴ്സലോണ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അവരുടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇപ്പോൾ സ്പോർട്ടും അതുപോലെ തന്നെ ലാ വാൻഗാർഡിയ തുടങ്ങിയ മാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സൂപ്പർ താരത്തെ കൈവിടാൻ ബാഴ്സലോണ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. മധ്യനിരയിലെ താരമായ മാർക്ക് കസാഡോയെ കൈവിടാനാണ് FC ബാഴ്സലോണ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഈ താരത്തെ ക്ലബ്ബ് അറിയിച്ചിട്ടുണ്ട്. കൃത്യമായ ഓഫറുകൾ വന്നു കഴിഞ്ഞാൽ വിൽക്കാൻ തയ്യാറാണ് എന്ന കാര്യം കസാഡോയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏജന്റിനെയും ബാഴ്സ അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. കാരണം അവർക്ക് ആ ഒരു സാമ്പത്തിക സ്ഥിതി സന്തുലിതമാക്കേണ്ടതുണ്ട്. ഏതായാലും പരിശീലകനായ ഫ്ലിക്കിന്റെ പ്ലാനുകളിൽ കസാഡോക്ക് ജനുവരി തൊട്ട് ഇടമില്ല എന്ന കാര്യം കൂടി ഡയാരിയോ എസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രങ്കി ഡിയോങ്ങിനെയാണ് ഇപ്പോൾ അദ്ദേഹം മുൻഗണന നൽകുന്നത്. താരത്തിന്റെ മൂല്യമായിക്കൊണ്ട് 30 മില്യൺ യൂറോയാണ് FC ബാഴ്സലോണ കണ്ടുവച്ചിട്ടുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിട്ടുണ്ട്. താരത്തെ ലോൺ അടിസ്ഥാനത്തിൽ കൈവിടാനും ഇപ്പോൾ FC ബാഴ്സലോണ ഒരുക്കമാണ്. പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി നൽകും എന്നുള്ളതാണ്. ഏതായാലും കസാഡോ ഈ സമ്മറിൽ ക്ലബ്ബ് വിടാനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.